എന്തെങ്കിലും സൗന്ദര്യ പിണക്കമുണ്ടോ ഇപ്പോൾ മമ്മൂട്ടിയായിട്ട്? നമ്മളത് കുടുംബ ബന്ധുക്കളാണ്. പക്ഷെ ഞാൻ ഈ മമ്മൂട്ടിയെ കർക്കശമായിട്ട് സംസാരിച്ചതും മമ്മൂട്ടി എന്നോട് തിരിച്ച് പ്രതികരിച്ചതും കുറച്ച് രൂക്ഷമായിപ്പോയി. അതങ്ങ് വേണ്ട, ഇത് മതി, എന്നാൽ മതിയെങ്കിൽ മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്നില്ലേ എന്നൊക്കെ പുള്ളി പറയും. ചെറിയൊരു വാശി എനിക്ക്, ഞാൻ പാക്കപ്പ് പറഞ്ഞു. അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂട്ടി പറ്റില്ല. നമസ്കാരം. എത്രയധികം സിനിമകളാണല്ലേ മലയാളത്തിൽ ഇറങ്ങുന്നത്. ഓരോ വർഷവും ഓരോ സിനിമകൾ. നമ്മളെല്ലാവരും സിനിമകൾ കാണുമെങ്കിലും എത്ര സിനിമകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും? വളരെ വിരളം. പക്ഷേ പഴയകാല സിനിമകൾ അങ്ങനെയല്ല. ഒരു തവണ കണ്ടാൽ നമുക്ക് വീണ്ടും 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 കാണാൻ തോന്നുന്നവയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നതും 1980കളിലെ ഹിറ്റ് സംവിധായകനായ സാജൻ സാറാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ചോദിക്കാം. ഇപ്പോഴത്തെ സിനിമകൾ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ കാണാൻ തോന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കില്ല. പക്ഷേ സാറിൻ്റെ കാലത്തെ സിനിമകൾ അങ്ങനെയല്ല, മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും. എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചത്? മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓരോ കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ജനങ്ങളുടെ അഭിരുചി മാറും. ഇപ്പോൾ ഞാനൊക്കെ സിനിമ ചെയ്യുന്ന കാലങ്ങളിലെന്ന് വെച്ചാൽ ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളാണ്. ഒരു കുടുംബ കഥ വേണം, കഥയ്ക്ക് അനുയോജ്യമായ അഭിനേതാക്കൾ വേണം, പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ മക്കൾ, അങ്ങനെയൊക്കെ അടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർ പറയുന്ന നല്ലൊരു കുടുംബ കഥ വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം അച്ഛനും അമ്മയും മക്കളൊക്കെ പോയിട്ട് സിനിമ കാണുന്ന കുടുംബ കഥകൾ അന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ മാത്രമല്ല, അന്ന് എൻ്റെ ആ സമയത്തുള്ള ഡയറക്ടേഴ്സ് മിക്കവാറും ജോഷി, അതെ, സിബി മലയിൽ, കെ മധു, അങ്ങനെയുള്ള ഡയറക്ടർമാരെല്ലാം ആ സമയത്ത് ഇങ്ങനെയുള്ള സിനിമകളാണ് എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മുൻപ് വന്നിട്ടുള്ള ഡയറക്ടർമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ തോന്നുന്നത് തുലാഭാരം, ശാരദാമ്മയൊക്കെ അഭിനയിച്ച തുലാഭാരം നല്ലൊരു നാടകം സിനിമ ആയതുകൊണ്ട് എന്ത് കളക്ഷനായിരുന്നു. പിന്നെ ഒരു അനുഭവ കഥ ഭാര്യ എന്നൊരു സിനിമ, എന്തുമാത്രം കളക്ഷൻ, അതൊക്കെ കുടുംബ കഥകളാണ്. പിന്നെ മെരിലാലിൻ്റെ അധ്യാപിക, ഉദ്യോഗസ്ഥ, അതെല്ലാം ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റ്. ആ കാലത്ത് അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. ആകെ കൂടി ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു മാധ്യമം, ഒരു എൻ്റർടൈനറായിട്ടുള്ളത് സിനിമയല്ലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട്, പിന്നെ കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് എല്ലാവരും അഭിരുചി തന്നെ മാറുമല്ലോ. ഇപ്പോൾ ചോദിച്ചതുപോലെ ഈ ഫാമിലി കഥകൾ ഇനിയും ജനങ്ങളെ ആസ്വദിക്കും, ഇഷ്ടപ്പെടും. അവർക്കൊരു പ്രത്യേകത തന്നെയായിരിക്കും കുടുംബത്തിന്, യാതൊരു സംശയമില്ല. സാജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ ആരാന്ന് ചിന്തിക്കും. പക്ഷേ സാജൻ ചക്കരയുമ്മ എന്ന് പറയുമ്പോഴേക്കും സാറായിരുന്നു എന്ന് ഇങ്ങനെ ചിന്തിക്കും. കാരണം അത്ര ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ചക്കരയുമ്മ എന്നൊരു സിനിമ. ഒരു വഴിത്തിരിവായ, സാറിൻ്റെ ലൈഫിൽ തന്നെ വഴിത്തിരിവായ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പേരിൻ്റെ കൂടെ സിദ്ദിഖ് സാജനായി, സാജൻ ചക്കരയുമ്മയായി. എന്തായിരുന്നു ആ ഒരു യാത്ര? സിദ്ദിഖ് സാജനായത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിൽ ഒരു 2-3 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. സിനിമ എൻ്റെ പാഷനായിരുന്നു. അപ്പോൾ സിദ്ദിഖ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ മദ്രാസിൽ എത്തിയപ്പോൾ പലർക്കും എൻ്റെ പേര് ഇപ്പോഴത്തെ നമ്മുടെ പോപ്പുലർ സിദ്ദിഖ് ആയിരുന്നില്ല അന്ന്. സിദ്ദിഖ് എന്നൊക്കെ വിളിക്കും തമിഴിൽ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഈസിയായിട്ട് വിളിക്കാനൊരു പേര് ഞാൻ ആലോചിച്ചു. ബാംഗ്ലൂർ ഞാൻ പോയപ്പോൾ ഒരു സിനിമ കണ്ടിരുന്നു, സാജൻ എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിത് ആലോചിച്ചു, സാജൻ എന്നുള്ള പേര് സ്വീകരിച്ച 2 ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ ഏത് ജാതി ഏത് മതം എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പേര് സാജൻ. പിന്നെ അതിൻ്റെ അർത്ഥം നല്ലൊരു അർത്ഥമാണ്. കാമുകൻ എന്നൊക്കെ അർത്ഥമുണ്ട്, സ്നേഹിതൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാജൻ എന്നുള്ള പേര് ഞാനങ്ങ് ഉറച്ചു തന്നെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും എല്ലാം സിദ്ദിഖെന്നേ അറിയുള്ളൂ. പിന്നീട് സാജൻ സിദ്ദിഖായി. അങ്ങനെയാണ് ഈ സാജനിലേക്ക് വന്നത്. പിന്നെ കുടുംബ സിനിമകളെന്ന് പറഞ്ഞ കാരണം വെച്ചാൽ, ഇപ്പം മദനോത്സവമൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ. ശങ്കരൻ നായർ സാർ എൻ്റെ ഗുരുനാഥൻ. അതിന് മുമ്പ് ഞാൻ ക്രോസ് മണി സാറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അപ്രൻറ്റീസായിട്ട് ചേർന്നത്. അത് ജോഷിയായിരുന്നു അസോസിയേറ്റ്. അതിന് 3ാമത്തെ അസിസ്റ്റൻ്റാണ് ഞാൻ. ചോറ്റാനിക്കര അമ്മ എന്ന സിനിമ മെരിലാൻഡ് സ്റ്റുഡിയോയിലായിരുന്നു. അത് 1975-76 തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഞാനാലോചിച്ചു, ഞാനു മുമ്പ് സിനീരമ്മ എന്നൊരു പത്രം ഉണ്ടായിരുന്നു ജനയുഗത്തിൻ്റെ, TS കോടമ്പുഴ എന്നാണ് എൻ്റെ മദ്രാസ് ലേഖകൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് 2-3 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് മദ്രാസിലുള്ള സ്റ്റുഡിയോകളിൽ അന്നത്തെ കാലത്ത് ആരെയും പുതിയ ആൾക്കാരെ കടത്തിവിടില്ല. അപ്പോൾ ഒരു പത്രക്കാരൻ്റെ കൂടെ ആകുമ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കടന്നു ചെല്ലാം. പിന്നെ പല അഭിനേതാക്കളുടെയും ടെക്നീഷ്യൻസിനൊക്കെ ഇൻ്റർവ്യൂ എടുക്കാം. അത് ഒരു നല്ല അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ പല സെറ്റുകളിൽ പോകുമ്പം അന്നത്തെ പ്രശസ്തരായ സംവിധായകരാണ് സേതുമാധവൻ സാറ്, PN മേനോൻ, ശശികുമാർ സാറ്, AB രാജ് സാറ്, വേണു സാറ്, ഇങ്ങനെ ഒരുപാട് ഡയറക്ടർമാരുണ്ട്. അപ്പോൾ അവരെല്ലാം സെറ്റിലൊക്കെ നമുക്ക് പോകാമല്ലോ. പിന്നെ വിൻസെൻ്റ് മാസ്റ്റർ, ഹരിഹരൻ സാറൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പല സ്ഥലത്തും പല സ്റ്റുഡിയോകളിലും മദ്രാസിൽ പോകാം. അവരുടെ രീതിയൊക്കെ കണ്ടുപഠിക്കാന്നുള്ളതല്ല, അതിൻ്റെ ബേസിക്കായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് മെല്ലെ ഒരു സംവിധാന രംഗത്തേക്ക് മാറിയാലോ എന്നൊരാഗ്രഹം. കാരണം ഇത് ഏതെങ്കിലും സംവിധായകൻ കൂടെ നിർത്തണ്ടേ. എങ്കിലും നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട കൂട്ടത്തിലാണ് ഞാൻ ക്രോസ് വെറ്റ് മണിസാറിനോട് ചോദിച്ചു. അദ്ദേഹം എന്നെ അസിസ്റ്റൻ്റായിട്ട് നിർത്തി. അത് മൈസൂറിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയും ഈ ഫാമിലി, ആ കാലത്ത് ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ആക്ഷൻ മൂവീസിലൊക്കെ മാറി. പിന്നീട് പുള്ളി പെൺപട അങ്ങനെ ചില പടങ്ങളൊക്കെ മാറി. അപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്ക് എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കുടുംബ ചിത്രങ്ങളിലൂടെ എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ നോക്കിയപ്പം ശങ്കരൻ നായർ സാർ അന്ന് രാസലിയിലേക്ക് എടുത്ത് ഭയങ്കര പേരെനിക്കുന്നു. ആ ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ എങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് നസീർ സാറ് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ എന്നെ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ എത്തിച്ചത്. അപ്പോൾ അന്ന് ശങ്കരൻ നായർ സാറിൻ്റെ റെക്കമെൻഡേഷനിലാണ് പ്രേംനസീർ സാറിൻ്റെ റെക്കമെൻഡേഷനിലാണ് ശങ്കരൻ നായർ സാറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ശങ്കരൻ നായർ സാറിൻ്റെ അടുത്ത് പോകാനുള്ള കാരണം പ്രേംനസീർ സാറിൻ്റെ അനുജനും, അതായത് പ്രേം നവാസ് സാറും ശങ്കരൻ നായർ സാറും ശോഭന പരമേശ്വരൻ നായർ സാറും ഒരുമിച്ചാണ് മദ്രാസിൽ താമസിക്കുന്നത്, ജാഫർ ഖാൻ പേട്ട്. അപ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പത്രപ്രവർത്തനത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നടന്നിട്ട് എങ്ങെങ്ങും എത്തില്ല, എനിക്കൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ശശികുമാറിനോട് പറയാം, അല്ലെങ്കിൽ AB രാജനോട് പറയാം. അന്ന് ഇവരുടെ പടങ്ങളാണ് നസീർ സാർ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാലും തുറന്ന് പോയി കണ്ടുനോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ശങ്കരൻ നായർ സാറിനെ കാണാൻ പോയപ്പം നസീർ സാർ അവിടെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും തിരക്കുള്ളൊരു വലിയ മനുഷ്യൻ നമ്മളെയൊക്കെ എവിടെ ഒന്ന് ഓർക്കാൻ. അവിടെ ചെന്നപ്പോൾ തന്നെ ശങ്കരൻ നായർ സാർ പറഞ്ഞാൽ, ആ സാജനല്ലേ, എനിക്ക് ഇതിൽ പരം സന്തോഷമില്ല, അത്ഭുതമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ വളരെ വിരളാണ്. വിരളം വെച്ചാൽ ഇല്ലാതില്ല, ഉണ്ട്. ഈ പറയാൻ ശരിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി സഹായിക്കുന്നതൊന്നും ആരും അറിയുന്നില്ല, മോഹൻലാൽ സഹായിക്കുന്നതൊന്നും ആരും അറിയുന്നില്ല. ഈ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്, എന്തെങ്കിലും സൗന്ദര്യ പിണക്കമുണ്ടോ ഇപ്പോൾ മമ്മൂട്ടിയായിട്ട്? ഞാനോ? ഒരിക്കലും ഇല്ല. ഈ മമ്മൂട്ടി എന്നുള്ള ആളിൻ്റെ മഹാമനസ്കത ഇല്ലായിരുന്നെങ്കിൽ ചക്കരയുമ്മ എന്ന സിനിമയിൽ ഞാൻ സംവിധായകനാകില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ സീനിയർ മോസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. നല്ല തിരക്കില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഇടയ്ക്കാണ് ജഗൻ പിച്ചേസ് അപ്പച്ചൻ, അദ്ദേഹം രക്തം ആദ്യം ചാമരം എടുത്തിരുന്നു, അത് ഡയറക്ടർ ഭരതൻ, പിന്നെ രക്തം, പിന്നെ കർത്തവ്യം, ഇതൊക്കെ വലിയ ഡയറക്ടർ ജോഷി. അടുത്ത പടം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പുതിയ സംവിധായകനെ വെച്ച് ചെയ്യാമെന്ന് അദ്ദേഹം ഇഷ്ടപ്പെടുകയും SN സ്വാമിയൊക്കെ അതിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ അങ്ങനെ ചക്കരയുമ്മ എന്ന പടം ചെയ്യുമ്പോൾ എൻ്റെ പേര് പറയുകയും അതിൽ മമ്മൂട്ടിയും മത്സരമൊക്കെയാണ്. പക്ഷേ വേണമെങ്കിൽ മമ്മൂട്ടിക്കെന്ന് പറയാമായിരുന്നു, പുതിയ ആൾക്കാരെ വെച്ചൊക്കെ പരീക്ഷിക്കണോ ചോദിക്കായിരുന്നു. ചിലപ്പം തീർച്ചയായിട്ടും ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന ഒരു നിർമ്മാതാവ് ഒരു പുനർചിന്തനം വരുത്താം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെ ഡയറക്ടറാക്കിയത് മമ്മൂട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, മിക്കവാറും അങ്ങനെ ആരും ഒരു പരീക്ഷണത്തിന് മുതിരില്ല. അപ്പോൾ ഒരു കണക്കിന് മമ്മൂട്ടിയുടെ മഹാമനസ്കത കൂടെ ഉണ്ടായിരിക്കാം ഞാനെന്ന സംവിധായകനെ അദ്ദേഹം പ്രൊഡ്യൂസർ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ എന്നെ ഡയറക്ടറായിട്ട് നിയമിച്ചതും എല്ലാം.
പക്ഷെ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇണക്കം മാത്രമല്ല പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയായിട്ട്. കൊള്ളാം, പിണക്കങ്ങളോ. അതായത് അദ്ദേഹത്തിന് ഒന്നും മറച്ചു വയ്ക്കില്ല. അത് എല്ലാം പുള്ളി ഒരു പെട്ടെന്നെല്ലാം തുറന്ന് അങ്ങ് പറയും. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അതങ്ങ് വേണ്ട, ഇത് മതി, എന്നാൽ മതി എങ്കിൽ മതി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, യോ ഞാൻ പറയുന്നില്ലേ എന്നൊക്കെ പുള്ളി പറയും. ആ രീതി പുള്ളി പറയും, നമുക്ക് മനസ്സിലാവും. യോ നമ്മളെ വിട്, ഞാൻ പറയുന്നതേ ഉള്ളേ, നമ്മളെ വിട്, ഞാൻ ഇല്ല എന്നൊക്കെ പുള്ളി പറയുമ്പോൾ എനിക്കറിയാം നമ്മളെ കളിയാക്കിയിട്ടുണ്ടെന്ന്. പിണക്കം എന്ന് പറയുന്നത് അങ്ങനെ സിനിമയിൽ ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ഒരു നടനുമായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു നടിയുമായിട്ടൊന്നും അങ്ങനെ പിണങ്ങുകയൊന്നുമില്ല. ആ സമയത്ത് നമ്മളത് കുടുംബ ബന്ധുക്കളാണ്. പക്ഷെ ഒരു പാട്ടിൻ്റെ സീനിൻ്റെ സമയത്തൊക്കെ പിണക്കം വെച്ചുകൊണ്ടാണ് അഭിനയിച്ചതെന്നൊക്കെ ഇപ്പോൾ ഐശ്വര്യ ചോദിച്ചുകൊണ്ട് പറയാം. ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ എന്നോട് പ്രൊഡക്ഷൻ കൺട്രോളർ ഷൺമുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ എന്നെ വിളിക്കും, മോനെ വിളിക്കും, മോനെ ജഗൻ പിക്ചേഴ്സ് അപ്പച്ച സാറ് ആർട്ടിസ്റ്റ് ഡേറ്റ് എത്ര വേണമെങ്കിലും അധികം നിങ്ങൾ പറഞ്ഞാൽ മേടിച്ച് തരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് തീരാതെ പടം ബാക്കിയൊരു സെറ്റിൽ പോയിട്ട് ആ നടൻ്റെയോ നടിയുടെ ഡേറ്റ് ചോദിക്കാൻ പറഞ്ഞാൽ പുള്ളി പോവില്ല. അതുകൊണ്ട് യാതൊരുവിധ കോംപ്രമൈസിനും നിങ്ങൾ നിൽക്കരുത്. ഏതെങ്കിലും നടനോ നടിയോ ഒരു ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞാലോ അങ്ങനെ പോകണമെന്ന് അനുവദിക്കരുത്. അത് യാതൊരു കാരണവശാലും അപ്പച്ചൻ എന്ന പ്രൊഡ്യൂസർ സഹിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ, ചക്കരയമ്മ ഫസ്റ്റ് ഡേ, കല്ലൂർ ഡെന്നീസിൻ്റെ വീട്ടിൽ ഷൂട്ടിങ്. ഉച്ചയായപ്പോൾ മമ്മൂട്ടിയോട് പറയുകയാണ്, സാജ ഞാനൊന്ന് ഈ ബ്രേക്ക് ടൈമിൽ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പടം തീർക്കാനുണ്ട്, ഞാൻ തീർത്തിട്ട് വരാം, ഒരു 2 മണിക്കൂർ സമയം എനിക്ക് വേണം. ഞാൻ പറഞ്ഞാൽ പറ്റില്ല. കാരണം അതെന്താ? ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ഇതെൻ്റെ ഫസ്റ്റ് പടമാണ്, ഇങ്ങനെ ചില നിബന്ധനകൾക്ക് വിധേയനായിട്ടാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഷൂട്ടിങ്ങിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ പോയെന്ന് പറഞ്ഞാൽ 1 തൊട്ട് 2 വരെ ബ്രേക്ക്. നിങ്ങൾ ഇവിടുന്ന് കൊച്ചിയിലാണ്, നിങ്ങളത് ചേസ് IV ശശിയുടെ അജരാത്രത്തിൻ്റെ ചേസാണ് എനിക്കറിയാം. കടലിലും കായലിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോൾ തീരാനാണ്? അതും എനിക്ക് അറിയാതെ. അപ്പോൾ ഞാൻ പറ്റില്ല മമ്മൂട്ടി പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, വേണ്ട, 1 തൊട്ട് 2 വരെ ബ്രേക്ക് ഉണ്ടല്ലോ, ആഹാരം കഴിക്കാമല്ലോ, അത് നിങ്ങൾ ആരും എന്നെ പിടിച്ചു നിർത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെല്ലാം പറ്റുമെന്ന് പറയാൻ പറ്റുമോ? 1 തൊട്ട് 2 വരെ ബ്രേക്കാണ്, അത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്ന് പറയാൻ ഞാനാരാ? പുള്ളി പോയി. അപ്പോൾ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അന്ന് ഇദ്ദേഹത്തിൻ്റെ ചെമ്പുല വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷനാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ അനിയന്മാരെ കാലത്ത് സക്കറിയായും ബ്രായൻകുട്ടിയും വന്ന് അവിടെ നിൽപ്പുണ്ട് ഡെന്നിസിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് എനിക്ക് ഇബ്രാഹിംകുട്ടി അടുത്തും സക്കറി എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, അറിയാം മമ്മൂട്ടി അനിയന്മാരാണെന്ന് അറിയാം. അപ്പോൾ ഷൺമുഖം പറഞ്ഞു, ഇന്ന് വീട്ടിൽ ചെമ്പിൽ എന്തോ ഒരു ഫംഗ്ഷനുണ്ട്, അവരുടെ കുടുംബ സംഗമം മറ്റെന്തോ ആണ്, അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ വരെ വന്നതാണ്, അപ്പോൾ അതിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി 9 മണിക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്തായാലും, അത് കഴിഞ്ഞ് ചെമ്പിലോ എവിടെ ഈയത്തിലോ ഇരുമ്പിലോ എവിടെ വേണമെങ്കിലും പോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. 9 മണിക്ക് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ നമ്മൾ, അങ്ങനെ ഇത്ര സീൻ പ്ലാൻ ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്ന് മമ്മൂട്ടിക്ക് അപ്പോൾ ടെൻഷൻ ഒന്ന്. ഇതിൽ വേറെ സംഭവിച്ചാൽ IV ശശി എന്ന സീനിയർ മോസ്റ്റ് ഡയറക്ടർ 4 ദിവസമായിട്ട് ഈ അതിരാത്രത്തിൻ്റെ ചേസ് എടുക്കാൻ വേണ്ടി വന്ന് എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുക. അപ്പം എല്ലാം കൊണ്ടും മമ്മൂട്ടിക്ക് എന്ത് ചെയ്യും? ഒന്നിവിടെ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ്റെ പടം, എൻ്റെ ആദ്യത്തെ പടം. എനിക്ക് ഒരു പുതിയ ഡയറക്ടറായ എന്നെ കൈവിടാൻ പുള്ളിക്കാരൻ്റെ മനസ്സില്ല. കാരണം എൻ്റെ സ്ഥിതി നാളത്തെ എന്താവും, അങ്ങനെയാവാം. അപ്പച്ചൻ്റെ സ്വഭാവം അറിയാം. പിന്നെ അതിരാത്രം IV ശശി എത്രയോ പടങ്ങളുടെ സീനിയർ മോസ്റ്റ് ഡയറക്ടർ, അത് ചെമ്പിൽ ഇയാളുടെ വീട്ടിൽ പോകുന്ന ആ പ്രശ്നം ആകെ കൂടി പുള്ളി ഒരുമാതിരി ഒരു വട്ട് പിടിച്ച് തന്നെ പറയാം. പക്ഷേ നമുക്കെന്താ, അവരവർക്ക് അവരവരുടെ കാര്യമല്ലേ. ഞാനിങ്ങനെ മമ്മൂട്ടി, പക്ഷേ ഈ 2 മണി 3 മണിയൊക്കെ ആയപ്പോൾ പ്രൊഡ്യൂസർക്ക് സ്മെല്ല് ചെയ്ത് തുടങ്ങി മമ്മൂട്ടി പോയതൊക്കെ. അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വിട്ടതെന്ന് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു. പിന്നെ എൻ്റെ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഒരു ആർട്ടിസ്റ്റ് മാറി നിന്നാലും അത് ഫില്ല് ചെയ്യാനുള്ള നമുക്കറിയാം. അപ്പോൾ ഞാൻ ആ പാട്ടെന്ന് കാജൽ കിരണും ബേബി ശാലിനിയും മമ്മൂട്ടിയും കൊണ്ടുള്ള പാട്ടാണ്. വാസരം തുടങ്ങി ഒരു ജീവിതം തുടങ്ങി എന്നൊരു പാട്ടാണ്. ഞാൻ മറക്കാതെ പറയുന്ന കാരണം വെച്ചാൽ ഇങ്ങനെ ഇൻസിഡൻ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും മമ്മൂട്ടി വേണ്ടല്ലോ. മമ്മൂട്ടി ഇല്ലാത്ത പോർഷൻസ് കാജൽ കിരണിൻ്റെ ഉണ്ട്, ബേബി ശാലിനിയുടെ ഉണ്ട്. അന്ന് മമ്മൂട്ടി അന്ന് വന്നില്ലെങ്കിൽ തന്നെ എടുക്കാനുള്ള സംഭവം ആവശ്യമാണ്. ഒരു പാട്ട് ഒരു അര ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ട് തീരില്ലല്ലോ. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഷോട്ട് എടുത്തോണ്ടിരുന്നു. അപ്പം മമ്മൂട്ടി വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കാരണം പ്രൊഡ്യൂസറേയും കൂടെ നമ്മൾ ഞാൻ ഒന്ന് സമയം മെനക്കെടുത്തില്ല,
എന്നിട്ട് ഇത് വേണമല്ലോ. അങ്ങനെ മമ്മൂട്ടി വന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ അറിഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂട്ടി എടുക്കുന്ന സ്ഥലത്ത് ഒരു BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ട്രോളി ഇട്ടിരുന്നു. ഇപ്പം നമ്മൾ സാധാരണ ഈ സോങ്ങൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ഓരോ മ്യൂസിക്കിന് ചേഞ്ച് ഓവറുണ്ട്. ആ ചേഞ്ച് ഓവർ അനുസരിച്ച് നമ്മൾ ഷോട്ട്സ് മാറ്റും. ഒരേ ഷോട്ടാണെങ്കിൽ തന്നെ വന്നൊരു മ്യൂസിക് ബിറ്റ്, ഒരു ഫ്ലൂട്ടോ ഒരു തബലയോ ഒരു ഗിറ്റാറോ ഇങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സിന് ചേഞ്ച് ഓവർ സമയത്തായിരിക്കും നമ്മൾ ആ ചേഞ്ച് ഓവർ ചെറിയൊരു സംഭവം ചെയ്യും, ഒറ്റ ഷോട്ടാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു ചെറിയ ബിറ്റ് നമ്മൾ വലിയ ഷോട്ട് എടുക്കും. ഒരു കിളി കരയുന്നതോ ഒരു ഇല വീഴുന്നതോ വെള്ളത്തിൽ കൂടെ എന്തെങ്കിലും പോകുന്നത് അങ്ങനെങ്കിലും ക്ലിങ് എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ഷോട്ട് എടുക്കും. ഒരേ ഷോട്ട് ട്രോളിൽ എടുക്കുകയാണെങ്കിൽ ആ പാട്ടിനനുസരിച്ച് ഇടയ്ക്കൊരു BGM വരികയാണെങ്കിൽ ആ BGMൽ അങ്ങനെ ഇപ്പോൾ മമ്മൂട്ടി അതിൽ ഉദാഹരണത്തിൽ മമ്മൂട്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ട് കാജട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ ഈ ട്രോളിയിൽ മമ്മൂട്ടി സാധനം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ചേഞ്ച് ഓവർ മ്യൂസിക്കിൽ ഇത് കാജട്ടിയുടെ കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ ആ BGMന് അനുയോജ്യമായിട്ട് അത് നമ്മൾക്ക് ഡയറക്ടർ എന്തോ വലിയ സംരംഭമാണെന്ന് തോന്നിക്കാനൊക്കെ ആയിരിക്കും, നമ്മൾ പഠിച്ചതാണേ. അപ്പോൾ അതിൻ്റെ ആ ചേഞ്ച് ഓവർ അനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ അതിന് നല്ല ഷോട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മമ്മൂട്ടി ഈ ഇത്രയും സംഭവം ചെയ്തിട്ടും ഒരു ലെങ്തി ട്രോളിയാണത്. മമ്മൂട്ടി ദൂരെ നിന്ന് കൊണ്ടുവന്നു, ക്യാമറമാൻ മിഡായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മിഡിൽ നിന്ന് വൈഡിലേക്ക് വന്നു, വൈഡിൽ നിന്ന് ക്യാമറ പാൻ ചെയ്ത് ട്രോളി മൂവ് ചെയ്ത് ട്രോളിയുമായിട്ട് പിന്നെ ടിൽറ്റപ്പ് ചെയ്ത് ക്യാമറ കൊണ്ട് ശരിക്കും അത് ആനന്ദക്കുട്ടനാണ് ക്യാമറ. നമ്മൾ ഇത്രയും ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുള്ളൂ. ഈ ക്യാമറാമാന് വേറെ സ്വഭാവമുണ്ട്. ഒരു ഡയറക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് തരണം. സാർ അത് പറ്റില്ല ഒരു ക്യാമറമാനും പറയില്ല. അവരത് സ്റ്റഡി ചെയ്യും. ഡയറക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ തരിക എന്നുള്ളതാണ് ക്യാമറാമാൻ്റെ. എന്നാലും അത് ചെയ്യണം, അപ്പോഴേ അവർ ക്യാമറാമാൻ ആവുള്ളൂ. മിക്ക ക്യാമറാമാന്മാരും അങ്ങനെ ചെയ്യും. കാരണം ഈ വേറെ സംഭവമുണ്ട്, ഇപ്പോൾ ഫോക്കസ് ചെയ്യണം, ക്യാമറ പൊളിയണം, സൂം ബാക്ക് ചെയ്യണം, ട്രോൾ ചെയ്യണം, ക്യാമറ പാൻ ചെയ്യണം, റൗണ്ട് ട്രോളിൽ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കൂടുതൽ പോകുന്നില്ല നമ്മളിപ്പം. അങ്ങനെ ഈ ഷോട്ട് എടുത്തുകൊണ്ടപ്പോഴത്തേക്ക് ടേക്ക് 1, ടേക്ക് 2, ടേക്ക് 3, ടേക്ക് 4, ടേക്ക് 5 ആയിട്ട് മമ്മൂട്ടി ഈ ചേഞ്ച് ഓവർ തെറ്റിക്കുകയാണ്. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി, ഇത് ഇവിടെ നിൽക്കില്ല. ഫിലിമാണേ, ഈസ്റ്റ്മാൻ ഫിലിമാണ്, ടേപ്പൊന്നുമല്ല. അത് എത്ര ഒരു റോൾ ഫിലിമിനൊക്കെ അതും അവിടെ കോട്ടയുണ്ട്, ഇത്ര പടത്തിന് ഇത്ര റോൾ ഫിലിമേ കിട്ടുള്ളൂ. ആ ഫിലിം ചേമ്പറിന്നൊക്കെ ബുദ്ധിമുട്ടാണ്. വില മാത്രമല്ല, ആ ഈസ്റ്റ്മാൻ്റെ ഫിലിം നെഗറ്റീവ് അതിന് ഡെവലപ്പ് ചെയ്യുന്നത് പ്രിൻ്റ് ചെയ്യുന്നതൊക്കെ എന്ത് പൈസയാണ് പോണത്. അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂട്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പുള്ളിക്കാരൻ ഒരുമാതിരി പിന്നെ ഒരു കർക്കശ രീതിയിൽ പറഞ്ഞു. അപ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞു, വെളിയിലാണ്, മുറ്റത്താണ് ഷൂട്ടിങ്. സൺസെറ്റ് ആവാൻ പോവാണ്. പിന്നെ ലേറ്റ്. അപ്പോൾ കുട്ടൻ പറഞ്ഞ് ഇനി സാജ ഈ ലൈറ്റിൽ ഇനി എടുക്കാക്കില്ല, നാളെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്കി സീൻസിനകത്തേ ഉണ്ടെങ്കിലും ചെറിയൊരു വാശി എനിക്ക്, ഞാൻ പാക്കപ്പ് പറഞ്ഞു. കാരണം ബാക്കി ഇതിൻ്റെ ഇട വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ തോറ്റു പോകില്ലേ. അതായത് തോൽക്കാൻ മനസ്സില്ലെന്നല്ല, ഇദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ പിന്നെ എനിക്ക് വേറെ സംഭവമുണ്ട്. പ്രൊഡ്യൂസർ അപ്പച്ചൻ ഷൺമോഹൻ പറഞ്ഞു മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ സാഹചര്യങ്ങളൊന്ന് പറഞ്ഞുതരാം, ഒരു പുള്ളിക്കാരൻ നമ്മുടെ പടത്തിൽ ഇനി ചെയ്യേണ്ട ബാക്കിയുണ്ടേ, അപ്പോൾ ഒന്ന് നേരത്തേക്കൊന്ന് പാക്കപ്പ് ചെയ്യാൻ പറഞ്ഞേക്ക് എന്നോട് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഇതൊന്നായി ഞാൻ വിട്ടുകൊടുക്കാത്ത രീതിയിൽ നിന്ന് എനിക്ക് ആവുകയും ചെയ്തു. പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഇങ്ങനെ സംഭവം പറഞ്ഞല്ലോ, അങ്ങനെ പാക്കപ്പ് പറഞ്ഞു. ഞാൻ പ്രൊഡ്യൂസർ കാറിലാണ് ഞാനും എസ് എൻ സ്വാമിയും പ്രൊഡക്ഷൻ ഷൺമുഖം എല്ലാം കൂടി ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തുന്നത്. ഒരു മരണവീട് പോലെയാണ്. അവിടെ പോയി ആരും മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ ഈ മമ്മൂട്ടിയെ കർക്കശമായിട്ട് സംസാരിച്ചതും മമ്മൂട്ടി എന്നോട് തിരിച്ച് പ്രതികരിച്ചതും കുറച്ച് രൂക്ഷമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് മമ്മൂട്ടി എൻ്റെ പടത്തിൽ അഭിനയിക്കുമോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അപ്പോൾ എനിക്കും തുടർന്ന് ഇതുപോലെ ഒരു മമ്മൂട്ടിയുടെ സ്വഭാവം വെച്ചാണെങ്കിൽ തുടർന്ന് എനിക്കും പറ്റില്ല. കാരണം ഞാനും നല്ല ഒരുപാട് തിരക്കുള്ള അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ആ കാലത്ത്. ശങ്കർ നായർ സാറിലെങ്കിലും മറ്റല്ല വിജയൻ സാർ, അങ്ങനെ പലരും എന്നെ വിളിക്കുന്ന, അതായത് നമ്മൾ ഈ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ വെച്ച് അറിയപ്പെടുന്ന ആളാണെങ്കിൽ ഇന്ന് വെറുതെ ഇരിക്കേണ്ടി വരില്ല, ഡിമാൻഡുള്ള ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഒരു പടം കിട്ടി, സന്തോഷം. ഒരു വലിയ ബാനറിൽ കിട്ടി, അത് മമ്മൂട്ടി, ബേബി ശാലിനി, അതായത് മാമാട്ടി കുട്ടിയമ്മയ്ക്ക് ശേഷം അടുത്ത പടം ഇതാണ്, ചക്കരയമ്മയാണ്. അപ്പോൾ അങ്ങനൊരു പടം മിസ്സാവുന്നൊരു വിഷമമുണ്ട്. ഏതായാലും റൂമിൽ പോയി അങ്ങനെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു, സാജ ഇനി ഇങ്ങനത്തെ ഡയറക്ടറാണ് എനിക്ക് ആവശ്യം. എൻ്റെ മനസ്സിലൊരു കുളിർമഴ. കുറച്ച് കഴിയുമ്പോൾ അന്ന് മൊബൈലൊന്നും ഇല്ല, റൂമിൽ ഫോൺ ബെല്ലടിക്കുന്നു. സ്വാമി ഫോൺ എടുത്തു മമ്മൂട്ടിയാണ്.
മമ്മൂട്ടി അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. മമ്മൂട്ടിയെ വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് എടാ മമ്മൂട്ടി ഇതിനെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ റിസീവറോട് സംസാരിച്ചു. ആദ്യം ചോദിക്കണം എടോ താൻ എത്ര ആൾക്കാരെ മതി ചീത്ത വിളിച്ചേ? ഞാൻ പറഞ്ഞു ഞാൻ മമ്മൂട്ടി ചീത്ത വിളിക്കാം, ഞാൻ ആര്? അല്ല താൻ അവിടെ നിന്ന് വെറുതെ ആവശ്യമില്ല പാക്കപ്പൊക്കെ ചെയ്ത് പിന്നെ ബാക്കി സീൻ ആരഭിനയിക്കും, ആര് തീർക്കും? ഞാൻ പറഞ്ഞു മമ്മൂട്ടി ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ എടുക്കാനാ? എടോ എൻ്റെ ടെൻഷനൊന്നും തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആഹാ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചൊക്കെ അറിയാം. ശരി നാളെ എത്ര മണിക്ക് വരണം? അപ്പം ഞാൻ രാവിലെ 6 മണിക്ക്. അത്രയേ ഉള്ളൂ മമ്മൂട്ടി അത്രയേ ഉള്ളൂ. അല്ലാതെ പുള്ളി ആരെങ്കിലും പുള്ളിയെപ്പറ്റി എന്തെങ്കിലും യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി മോശം പറഞ്ഞാൽ പുള്ളി റിപ്ലൈ കൊടുക്കാൻ കണ്ടിട്ടുണ്ടോ? പുള്ളി കൊടുക്കില്ല, പുള്ളി പറയില്ല. പുള്ളി അങ്ങനെ ഒരാളാണ്. ഒരു പെണ്ണ് ഇത്രയും പറയുമ്പോഴത്തേക്ക് ഏത് കല്ലും കനിയായി പോകുമെന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോകില്ലേ? കാജൽ കിരൺ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചു, പിന്നെ അഭിനയിച്ചെങ്കിലും മോശം അനുഭവം മലയാള സിനിമയിൽ നിന്നുണ്ടായി എന്നുള്ളത് സത്യമല്ലേ? അത് പല തരത്തിലുള്ള ആൾക്കാരെ പല രീതിയിലല്ലേ